ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു സെൽഫ് കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ബോറടിക്കും, ഒരു മടുപ്പൊക്കെ തോന്നുക ചെയ്യും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരാ കെയർ ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും ഞാനിന്ന് വിചാരിച്ചു കുറച്ച് പരിപാടികളൊക്കെ, എൻ്റെ പണികളും പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ നോക്കുമ്പോൾ സമയമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിന്നൊരു സെൽഫ് കെയർ വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തലയിൽ എണ്ണ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറേ നാളായി എൻ്റെ തലയിൽ എണ്ണ വെച്ചിട്ട് കുളിച്ചിട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ആക്ച്വലി ആഴ്ചയിൽ ഒരു 2 to 3 ടൈംസ് ഞാൻ തലയിൽ നല്ലപോലെ എണ്ണ വെച്ചിട്ട് തല കഴുകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് ഞാൻ അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നല്ലപോലെ നമ്മുടെ തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യാം. ഓട്ടോയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ നമ്മുടെ എണ്ണ ഏത് എണ്ണയാണോ നമ്മൾ തേക്കുന്നത് ആ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തലയിൽ പുരട്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്താൽ ഭയങ്കര നല്ലതായിരിക്കും. താരം പോകാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ടൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും എണ്ണ ചൂടാക്കാൻ പോകാൻ മടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോർമലി എണ്ണ തേച്ച് പിടിപ്പിക്കും. ഓക്കെ, ഇതിങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. ഞാൻ എണ്ണ തേച്ചതിന് ശേഷമാണ് കേട്ടോ മുടി ഡീറ്റാങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടാകും ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട്. ഞാനിപ്പോഴും കൈകൊണ്ട് തന്നെ ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചീപ്പോട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ ഡീറ്റാങ്കിൾ ചെയ്ത് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി ഇനി അടുത്ത സൈഡ് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ ആ സെറ്റും കഴിഞ്ഞു. ഈ ഫുള്ളായിട്ടൊന്ന് നമുക്കൊരു റൗണ്ട് കൂടെ ഓയിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഓയിലിംഗ് കഴിഞ്ഞു. ഞാൻ ഓയിലിംഗ് കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ മുടിയൊന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കറക്റ്റ് എല്ലാ ടാങ്കിൾസും ഒക്കെ ഒന്ന് റിമൂവായി. വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് നോക്കിയതാ ഗൈസ്. ഞാൻ വലിയ പുരാണമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ആയില്ലെങ്കിൽ പണി പാളിയില്ലേ. ഒരു അകലമുള്ള ഒരു ചീപ്പാണ്. ഞാൻ എപ്പോഴും അകലമുള്ള ചീപ്പ് കൊണ്ടാണ് തലമുടി ചെയ്യുന്നത്. എപ്പോഴും അകലമുള്ള ചീപ്പ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓൾറെഡി കൈ കൊണ്ട് ഡീറ്റാങ്കിൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ നേരത്തെ എളുപ്പമുണ്ട്. നമ്മുടെ ഓയിലിങ്ങും ഡീറ്റാങ്കിളിങ്ങും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഗൈസ്. നമുക്കിതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. സ്കാൽപ്പിലേക്കും മുടിയിലേക്കൊക്കെ ശരിക്കും ഓയിലൊക്കെ അബ്സോർവ് ചെയ്യും. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് പോയി ഹെയർ വാഷ് ചെയ്യാം. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫേസ് പാക്ക് ഇടാം. നമുക്കൊരു ഫേസ് പാക്ക് ഇടാം കേട്ടോ. ഫേസ് പാക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, അതിനകത്ത് കുറച്ച് 1-2 ഡ്രോപ്പ് നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേൻ ചേർക്കാം നമുക്ക്. പിന്നെ കുറച്ച് കറ്റാർവാഴേൻ്റെ ജ്യൂസ് കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി കറ്റാർവാഴേൻ്റെ ജ്യൂസ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വെക്കുവാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ചെറിയൊരു തണുപ്പോട് കൂടി മുഖത്തേക്ക് പറ്റുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇടത്തിൽ അതുപോലെ ഹെയറിലൊന്നും തട്ടാത്ത രീതിയിൽ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം സംഭവം മഞ്ഞളാണ്, അതുകൊണ്ട് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ ഇട്ടാൽ പ്രശ്നമില്ല, പക്ഷേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഐബ്രോസിലും ഹെയറിലൊന്നും തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഇല്ലേ, അതൊന്നും കാര്യമായി നമുക്കുണ്ടാവില്ല. കാരണം ഇത് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനും അതിൻ്റെ ഗ്രോത്തൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മഞ്ഞൾ. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സൺ ടാൻ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കാലാകാലങ്ങളായി ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ. എന്നാലും ഞാൻ ഉപയോഗിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ. രണ്ടും നീ തന്നെ പറയരുത് എന്നല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഗൈസ്, എനിക്കറിയാം. എൻ്റെ ഫ്രണ്ടിലൊരു മിററുണ്ട് ഗൈസ്. ഞാൻ ആ മിററിൽ നോക്കിയിട്ടാണ് ഇതിടുന്നത്. എല്ലാ പരിപാടിയും ഞാൻ മിററിൽ നോക്കിയിട്ടാണ് മുഖത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ആ മിററിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ വെച്ച്, കാരണം നിങ്ങളെയും കൂടെ കാണിച്ചു തരണ്ടേ, എൻ്റെ ഫ്രണ്ടിലിരുന്ന് മിററിൽ നോക്കിക്കൊണ്ടാണ് ഞാൻ ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. വാട്ടേ കഷ്ടപ്പാടല്ലേ. ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ നീ ഇത് ചെയ്യാതിരുന്നൂടെ എന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞുവിടാ. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് ചെറിയൊരു മസാജും കഴിഞ്ഞു. നമുക്കിനി ഒരു 15 മിനിറ്റ്സ് ഫേസ് പാക്കും കൂടെ മുഖത്തിരിക്കട്ടെ.
ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ഹെയറിൽ എണ്ണ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ആയി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു 15 മിനിറ്റും കൂടെ മുഖത്ത് ഫേസ് പാക്കും കൂടെ ഇട്ടിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആവുമല്ലോ. പിന്നെ നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി ഈ ഫേസ് പാക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഹെയറും വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മളങ്ങനെ ഫേസ് വാഷൊക്കെ ചെയ്ത് ഹെയർ വാഷും ചെയ്ത് ഫുള്ള് കുളിച്ച് എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം ആയി കുളി കഴിഞ്ഞിട്ട്, അതുകൊണ്ട് മുടിയൊക്കെ ഏകദേശം ഒരു ഹാഫ് ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനും അതിന് വേറെ പരിപാടിക്കൊക്കെ പോയതുകൊണ്ടാണ് കേട്ടോ. മുടി ഏകദേശം ഹാഫ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കണ്ടെങ്കിൽ മുടി ഇങ്ങനെ എൻ്റെ ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ടുള്ള മുടി. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പകുതി ഹെയർ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഹെയർ സിറം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നോർമലി ചെറിയൊരു നനവോട് കൂടെ ഹെയർ സിറം യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് മുടിക്ക്. അപ്പോൾ ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഹെയറിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ക്യാപ്പിലൊന്നും അപ്ലൈ ചെയ്യരുത്. സിറമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് മുടി ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് ചെറിയൊരു ക്ലിപ്പ് കൊണ്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. മുടി ഫുള്ള് വേണ്ട, കാരണം മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് മുടി മാത്രം എടുത്തിട്ട് ലൂസായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്കൊരു ലിപ് ബാം വരക്കാം. നോർമലി വാസ്ലൈനാണ് പുരട്ടാറ്. ഞാൻ വേറെ കുറേ ലിപ് ബാം ഒക്കെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കുറേയും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് വാസ്ലൈനാണ്. അതുകൊണ്ട് ഞാൻ വാസ്ലൈൻ മാത്രമേ പുരട്ടാറുള്ളൂ. പിന്നെ ഈ ലെബലിലോ എവിടെയെങ്കിലും പോകുകയൊക്കെ ആണെങ്കിൽ, കാരണം ഇത് കുറച്ച് ടിൻറ്റഡ് ലിപ് ബാമാണ്. അപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്ത സമയത്താണെങ്കിൽ ഞാൻ ഈ ലിപ് ബാം പുരട്ടാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുഖത്തൊരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്യാം. പൊടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചെറിയൊരു നനവോടുകൂടെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ശരിക്കും ദേഹത്ത് മുഴുവൻ കയ്യിലും കാലിലും ദേഹത്തൊക്കെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഉടനെ തന്നെ ഒരു ചെറിയ നനവോടുകൂടി തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും. പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ചു ഗൈസ്. എനിക്ക് എൻ്റെ നഖവും കൂടെ, കാരണം എൻ്റെ കയ്യിലും കാലിലൊക്കെ നഖം ഭയങ്കര അലമ്പായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നഖമൊക്കെ ഒന്ന് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശരിക്കും അത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ ഗൈസ്, ഞാൻ മറന്നുപോയി. ഇപ്പം എൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നെയിലൊക്കെ ഷേപ്പ് ചെയ്ത് അതൊന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് നെയിൽ പോളിഷ് കൂടെ ഇടാം. ഓക്കെ, അങ്ങനെ നെയിൽ സെറ്റ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. കോട്ടൺ റിമൂവർ, നെയിൽ ഷാർപ്പനർ, നെയിൽ കളർ. നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ധാരാളമാണ്. അങ്ങനെ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കാലും കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി കുറച്ച് മോയ്സ്ചറൈസറോട് അപ്ലൈ ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇടാം. ഇതാണ് കേട്ടോ ഇടാൻ പോകുന്നത്.
സൈഡിൽ പറ്റുന്നത് അന്നേരം ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പോകത്തില്ല. അപ്പോൾ ഞാൻ അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് കോട്ടിയിടാം, രണ്ടാമത്തെ കോട്ടും കൂടി ഇടാം. ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന കൈൻഡ് ഓഫ് നെയിൽ പോളിഷാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട സെക്കൻഡ് കോട്ട് ഇടാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ബ്ലഡിൻ്റെ കളറാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ 2 കാലിൻ്റെയും പരിപാടി കഴിഞ്ഞു. നമുക്ക് കയ്യിലും കൂടെ ചെയ്യട്ടെ. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു ഗൈസ്. ഒരു കോട്ടും കൂടി ഇടാൻ. രണ്ടാമത്തെ കോട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടിയില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തങ്ങ് പോയാൽ മതി. അങ്ങനെ നമ്മുടെ നെയിൽ പോളിഷിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ്. അത്രേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.